ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിന്ന് കൊറിയൻ ഗ്ലാസ് സ്കിന് കിട്ടുന്ന ഒരു അടിപൊളി പാക്ക് കണ്ടാലോ. അതിന് ആദ്യം വേണ്ടത് കുറച്ച് പച്ചരിയാണ് കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് പച്ചരി എടുത്തിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് പച്ചരി തന്നെയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു മണിക്കൂറൊക്കെ ഇടാം കേട്ടോ. എന്നാലാണ് നല്ല രീതിയിലൊന്ന് മിക്സ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നല്ല കുതിർന്നില്ലെങ്കിൽ തരി പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ആ കുതിർന്ന പച്ചരി എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മിക്സിയിലൊന്ന് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ അരിമാവൊക്കെ അരക്കില്ലേ, ആ രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ അരി കുതിർത്താനിട്ട് ആ ഒരു വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും എടുക്കണ്ട. നമ്മൾ നന്നായി വാഷ് ചെയ്തിട്ട് കുതിർത്താനിട്ടാൽ മതി. എന്നിട്ട് ആ ഒരു വെള്ളം തന്നെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അടിക്കുമ്പോൾ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് പിന്നെ ഒന്ന് നല്ല രീതിയിലൊന്ന് അടിച്ചാൽ വേഗം അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം കുതിർത്താനിടണോ അത്രയും നന്നായിട്ട് അരഞ്ഞ് കിട്ടും, അത്രയും നന്നായി സോഫ്റ്റായിട്ട് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ. കുറച്ച് നേരമൊക്കെ വെക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു തരി പോലെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഫേസിൽ ഇടുമ്പോഴൊക്കെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ആ ഒരു തരി ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് അരഞ്ഞാൽ ഒരു ക്രീമി ടെക്സ്ചറും അതേപോലെ ഒരു ക്രീം പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. ക്രീം നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു രീതിയിൽ കിട്ടും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ, കുറച്ച് പച്ചരിനെ എടുത്തിട്ടുള്ളൂ. എൻ്റെ ഫേസിൽ മാത്രം ഇടാനുള്ള രീതിയിൽ എടുത്തിട്ടുള്ളൂ. നമുക്കിത് ഒരുപാട് നേരം വെക്കാനൊന്നും പറ്റില്ല, അതേപോലെ ഫ്രിഡ്ജിലൊന്നും വെച്ച് സൂക്ഷിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. നമുക്കിത് ബോഡിയിൽ എവിടെ അപ്ലൈ ചെയ്താലും സെയിം റിസൾട്ടാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒരു 2-3 പ്രാവശ്യം യൂസ് ചെയ്തു കേട്ടോ. യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടി, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഒരു മോയ്സ്ചറൈസിങ്ങും അതേപോലെ തന്നെ ഒരു ഗ്ലോ ടെക്സ്ചർ ഉണ്ടാവുമല്ലോ. ആ ഒരു ഫേസ് ഭയങ്കരമായിട്ട് ഗ്ലോ ആയി, ഭയങ്കരമായിട്ട് ഒരു ഒത്തിരി ബ്രൈറ്റ് ആയ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ ഒറ്റ യൂസിൽ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ മതി കേട്ടോ മാവ് അരച്ചെടുത്തത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്യുമ്പോൾ അടി കുറച്ച് കട്ടിയുള്ള പാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കില്ല. അതേപോലെ തന്നെ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ട് ഒന്ന് ബോയിൽ എടുക്കുക കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കില്ല. ഇത് പെട്ടെന്ന് തീയൊക്കെ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. അരിമാവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കുണ്ടാക്കില്ലേ, ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ല തീയൊക്കെ കുറച്ച് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്താൽ മതി. നമുക്കൊരു ക്രീമി ടെക്സ്ചർ പോലെ, എന്നാൽ ഒരുപാട് വെള്ളം പോലെ അല്ലാതെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൽ എടുത്താൽ മതി, ആ ഒരു തിക്നെസ്സിൽ എടുത്താൽ മതി. എനിക്കിപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരോ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ എനിക്ക് കുറച്ചും കൂടി നല്ലതും അതേപോലെ പെട്ടെന്ന് എഫക്റ്റീവായിട്ട് കിട്ടണമൊക്കെ തോന്നിയിരിക്കുന്നത് ഇങ്ങനെ ബോയിൽ ചെയ്യുന്ന ഫേസ് പാക്കുകളാണ് കേട്ടോ. ചില ഫേസ് പാക്കുകൾക്ക് നമ്മൾ ബോയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് തന്നെ അപ്ലൈ ചെയ്യും. അതിനെക്കാട്ടിയും കുറച്ചും കൂടി എഫക്റ്റീവും അതേപോലെ തന്നെ നമ്മൾ ഒരു ക്രീമൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ടും കിട്ടുന്ന ഒരു പാക്കുകളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഈ ബോയിൽ ചെയ്തെടുക്കുന്ന സംഭവങ്ങൾ അതാകുമ്പോൾ നമ്മുടെ ഫേസിൽ നന്നായിട്ട് തന്നെ മാറ്റം അറിയും, പെട്ടെന്ന് തന്നെ മാറ്റം അറിയുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മൾ ബോയിൽ ചെയ്തെടുക്കണ കൊണ്ടാണ് തോന്നുന്നു കേട്ടോ. അതേപോലെ നമ്മൾ ഏതൊരു പാക്ക് ഇടുമ്പോഴും ഒന്ന് ആവി പിടിച്ചിട്ടൊക്കെ ഇടുന്നത് നല്ലതാവും കേട്ടോ. നമ്മുടെ ഫേസിലുള്ള ആ ഒരു ഇതൊക്കെ ഒന്ന് ഫ്രഷായി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസ് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും കേട്ടോ. അതിൻ്റെ ഗുണങ്ങളാണെങ്കിലും എന്താണെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ ഫേസ് വലിച്ചെടുക്കും. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടാറിയിട്ട് ഇങ്ങനെ ഒരു ബൗളിലാക്കി എടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ വേണ്ട ആ ഒരു ക്വാണ്ടിറ്റിയിലാക്കി എടുക്കാം. നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഗ്ലിസറിനാണ് കേട്ടോ. ഗ്ലിസറിൻ നമുക്ക് എടുക്കേണ്ടത് നമ്മളിങ്ങനെ ഡ്രോപ്സൊക്കെ ആണെങ്കിൽ ഒരു 6-5 ഡ്രോപ്സ് എടുക്കാം. മൂടിയിലൊക്കെ ആണെങ്കിൽ ഒരു മൂടി അല്ലെങ്കിൽ ഒരു അരമൂടി എടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒന്ന് മൊത്തം ഒഴിച്ചു കൊടുക്കാം. ഇനി അഥവാ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉപയോഗിക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഗ്ലിസറിൻ മാത്രം ഒഴിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. നല്ല രീതിയിൽ റിസൾട്ടീവാണ് കേട്ടോ ഇത്. നമ്മുടെ ഫേസിലുണ്ടാവുന്ന പിമ്പിൾസിനെയും അതേപോലെ തന്നെ അധികം പേരിലും പിമ്പിൾസ് ഉണ്ടാവുന്ന പാടും അതേപോലെ ചിലരുടെ ഫേസിലൊക്കെ ഈ ഒരു കുഴി പോലെ ഉണ്ടാവും അല്ലേ, ഒരു വരണ്ട പോലെയൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറിയിട്ട് ഭയങ്കരമായിട്ട് ഗ്ലോയിങ്ങും അതേപോലെ നമ്മുടെ സ്കിന്നൊക്കെ കറക്റ്റ് ആ ഒരു എല്ലാവിടെയും ഒരേ ഷെയ്ഡ് പോലെ ആയി മാറും കേട്ടോ.
ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു 2-3 കോട്ടായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇടുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല കേട്ടോ. നല്ല നമുക്ക് എനിക്ക് ഇടുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഭയങ്കരമായിട്ട് നമ്മളൊരു ക്രീമൊക്കെ ഇടില്ലേ, ഒരു മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇടില്ലേ, ആ ഒരു എഫക്റ്റാണ് അല്ലെങ്കിൽ ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടണത് കേട്ടോ. പ്രത്യേകിച്ച് വലിയ ഒരു ക്രീമല്ല ഒരു ഫേസ് പാക്ക് ഇടുന്നതോ അങ്ങനെ ഒരു ഇതൊന്നും തോന്നുന്നില്ല. നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം ഇടുന്ന ആ ഒരു ഫീലാണ് കിട്ടുന്നത് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് കയ്യിലോ കാലിലോ എവിടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. എല്ലാവിടെയും സെയിം റിസൾട്ടാണ് കേട്ടോ. ഒരു സമയത്ത് ഇത് ഭയങ്കര ട്രെൻഡായിരുന്നു കേട്ടോ. ഇപ്പോഴും അതുപോലെ തന്നെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നവരായിരിക്കും കേട്ടോ ഇത്. കാരണം ഭയങ്കര റിസൾട്ടീവാണ്. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അധികം പേരും ഇതിൻ്റെ റൈസ് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഫേസിൽ ഒരു സിറം പോലെയൊക്കെ റൈസ് വാട്ടർ യൂസ് ചെയ്യുന്നവരാണ് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ കൊറിയൻ പ്രൊഡക്റ്റുകളുണ്ടല്ലോ, അതിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റുകളിലും ഈ ഒരു അതായത് നമ്മുടെ ഈ റൈസ് വാട്ടറോ അല്ലെങ്കിൽ റൈസ് ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ആയിട്ടുണ്ടാവും കേട്ടോ. അവരിൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ സീക്രട്ട് തന്നെ അതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എവിടെ അപ്ലൈ ചെയ്താലും നല്ല റിസൾട്ടീവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ട് നമ്മൾ പോയി വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര റിസൾട്ടീവാണ് കേട്ടോ ഗൈസ്. എനിക്ക് ഒറ്റ യൂസ് തന്നെ നല്ല ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാമെന്ന് കരുതിയത് കേട്ടോ. ഞാൻ ഇപ്പോൾ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ട് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും ഒരു മോയ്സ്ചറൈസിങ് പോലെ എൻ്റെ ഫേസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും.